The coordinate of the vertices of a quadrilateral taken in order are 2, 1, 5, 3, 8, 7, 4, 9. ഒരു ചതുർഭുജത്തിന്റെ മൂലകളുടെ സൂചക സംഖ്യകൾ ക്രമത്തിൽ 2, 1, 5, 3, 8, 7, 4, 9 എന്നിങ്ങനെയാണ്. അഥവാ ചതുർഭുജം അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 4 വശമുള്ള രൂപത്തിനെയാണ് നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം. അപ്പൊ ഈ ക്വാഡ്രിലാറ്ററലിന്റെ 4 മൂലകളുടെ സൂചക സംഖ്യകളാണ് തന്നിട്ടുള്ളത്. ഇനി ഒന്നാമത്തെ ചോദ്യം ഇതാണ്. Find the coordinate of the midpoint of all four sides. എല്ലാ വശങ്ങളുടെയും മധ്യബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണക്കാക്കുക. Prove that the quadrilateral got by joining this midpoint is a parallelogram. ഈ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ചതുർഭുജം സമാന്തരികമാണെന്ന് തെളിയിക്കുക. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം find the coordinate of the midpoint of all four sides. എല്ലാ 4 വശങ്ങളുടെയും മിഡ് പോയിന്റ്സ് കാണണം. അപ്പൊ നമുക്ക് ആ തന്ന ഓർഡറിൽ ഞാൻ ഇവിടെ ഒരു അടയാളപ്പെടുത്തിയിട്ടുണ്ട് ABCD. ആ ഓർഡറിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ABCD എന്നുള്ള ഓർഡറിൽ തന്നെ നമ്മൾ പോയിന്റുകളും കൊടുത്തു. ഇനി ആദ്യം നമുക്ക് ABയുടെ മിഡ് പോയിന്റ് കാണാം. എക്സുകൾ കൂട്ടുക അതിന്റെ പകുതി അല്ലെ. മിഡ് പോയിന്റ് അങ്ങനെയാണല്ലോ കാണാം. എക്സുകൾ കൂട്ടുക അതിന്റെ പകുതി, വൈകൾ കൂട്ടുക അതിന്റെ പകുതി. അപ്പൊ 2 + 5 1 + 3. 5 2 7 3 1 4. അപ്പൊ 7/2 4. 7/2 എത്ര? 7ന്റെ പകുതി 3.5 പിന്നെ 4ന്റെ പകുതി 2. അപ്പൊ ABയുടെ മിഡ് പോയിന്റ് കിട്ടി 3.5 and 2. ഇനി BCയുടെ മിഡ് പോയിന്റ് കാണാം. BCയുടെ എക്സുകൾ ഏതൊക്കെയാണ്? 5ഉം 8ഉം. അപ്പൊ 5 + 8/2. ഇനി BCയുടെ വൈകൾ ഏതൊക്കെയാണ്? 3ഉം 7ഉം. അപ്പൊ 3 + 7/2. ഇനി 8ഉം 5ഉം കൂട്ടിയാൽ 13/2 കിട്ടും. 7ഉം 3ഉം കൂട്ടിയാൽ 10/2 കിട്ടും. 13ന്റെ പകുതി എന്ന് പറയുമ്പോൾ 6.5 കിട്ടും. 10ന്റെ പകുതി 5. ഇനി CDയുടെ മിഡ് പോയിന്റ് കാണാം. CDയുടെ എക്സുകൾ ഏതൊക്കെയാണ്? 4ഉം 8ഉം. അപ്പൊ 4 + 8/2. അടുത്ത് 9ഉം 7ഉം. അപ്പൊ 9 + 7/2. 8ഉം 4ഉം കൂട്ടിയാൽ 12 കിട്ടും. 9 7ഉം കൂട്ടിയാൽ 16ഉം കിട്ടും. 12ന്റെ പകുതി എത്രയാണ്? 6. 16ന്റെ പകുതിയോ? 8. അപ്പൊ 6 8. ഇനി DAയുടെ മിഡ് പോയിന്റ് കാണാൻ ഇവിടെ Dയുടെ എക്സ് 4 2. അപ്പൊ 4 + 2/2. അടുത്ത് 9 + 1. അപ്പൊ 9 + 1/2. 4 2ഉം കൂട്ടിയാൽ 6 കിട്ടും. 9 1ഉം കൂട്ടിയാൽ 10 കിട്ടും. 6ന്റെ പകുതി 3, 10ന്റെ പകുതി 5. അപ്പൊ മിഡ് പോയിന്റുകൾ എല്ലാം ആയി അല്ലെ. 3 5 6 8 എന്ന് പറയും. അപ്പൊ നമുക്ക് എല്ലാ വശത്തിന്റെയും മിഡ് പോയിന്റ് കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. പ്രൂവ് ദാറ്റ് the quadrilateral got by joining the midpoint is a parallelogram. ഈ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒരു പാരലോഗ്രാം ആണെന്ന് തെളിയിക്കണം. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ചിത്രത്തിൽ ഞാൻ ആ മിഡ് പോയിന്റുകളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു പാരലോഗ്രാം വരച്ചിട്ടുണ്ട്. 3.5 2 6.5 5 പിന്നെ 6 8 5 3 അല്ലെങ്കിൽ 3 5 എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മിഡ് പോയിന്റുകളും യോജിപ്പിച്ചു. ഇനി ഇത് പാരലോഗ്രാം എന്ന് തെളിയിക്കുന്നത് എങ്ങനെയാ? ഞാൻ ഈ ഡയഗണൽസ് ഒന്ന് വരച്ചു. പാരലോഗ്രാമിന്റെ ഡയഗണലിന് ഞാനൊരു പ്രത്യേകത പറഞ്ഞിരുന്നു. എന്താ പാരലോഗ്രാമിന്റെ ഡയഗണല് അല്ലെ? പാരലോഗ്രാമിന്റെ ഡയഗണല് പരസ്പരം ലംബസമാജികളല്ല, പരസ്പരം സമഭാഗം ചെയ്യും. പരസ്പരം സമഭാഗം ചെയ്യും. അപ്പൊ അത് തുല്യമായിട്ടാണോ ഭാഗിക്കണം നോക്കിയാൽ മതി. അപ്പൊ നമുക്കത് പാരലോഗ്രാം ആണെന്ന് പറയാം. ഓക്കെ. അപ്പൊ ഇത് സംഭാഗം ചെയ്യുന്ന പറയുമ്പോൾ അതിന്റെ രണ്ടിന്റെ അപ്പൊ ഈ 3.52 എന്ന് പറയുന്നതും 6.8 എന്ന് പറയുന്ന ഈ വരയുടെ മിഡ് പോയിന്റും 3.5 6.55 എന്ന് പറയുന്ന വരയുടെ മിഡ് പോയിന്റും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. കാരണം ഇത് ബൈസെക്ട് ചെയ്യുമ്പോൾ മിഡ് പോയിന്റിലാണോ ബൈസെക്ട് ചെയ്യുക? അപ്പൊ രണ്ടിന്റെയും മിഡ് പോയിന്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പാരലോഗ്രാം ആണെന്ന് പറഞ്ഞൂടെ? രണ്ട് ലൈനുകൾ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് രണ്ട് വരയുടെയും മിഡ് പോയിന്റ് ആണെങ്കിൽ ആ രണ്ട് വരകളും ബൈസെക്ട് ചെയ്യുന്നുണ്ടെന്നല്ല അതിനർത്ഥം. അപ്പൊ നമുക്കത് പാരലോഗ്രാം ആണെന്ന് പറയാലോ. ഓക്കെ. അപ്പൊ നമ്മൾ ഈ രണ്ട് വരയുടെയും മിഡ് പോയിന്റുകൾ കാണാം. ആദ്യം 3.5ഉം 2ഉം ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള 6 8ഉം ഇത് വെച്ചിട്ട് 3.5ഉം 6ഉം കൂട്ടുക. അതേപോലെ 2 8ഉം കൂട്ടുക. എക്സുകൾ കൂട്ടുക. 3.5 + 6 കൂട്ടിയാൽ 9.5 കിട്ടും. 2 2ഉം കൂട്ടിയാൽ 10/2. ഇതവിടെ വെച്ചു. 9.5/2ഉം 10/2ഉം. ഇനി മറ്റേ രണ്ട് പോയിന്റുകൾ എടുത്തു. 3 5 നേരെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ വര. 3 5ഉം 6.55ഉം. അപ്പൊ 3 + 6.5 പിന്നെ 5 + 5. 3 + 6.5 എത്രയാ? 9.5/2 10/2. രണ്ട് പോയിന്റും സെയിം അല്ലേ നോക്കി.
അല്ലെ? അപ്പൊ ഈ വികരണങ്ങൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് സെയിം ആണ്. അതിനർത്ഥം ആ രണ്ട് വരകളുടെയും മിഡ് പോയിന്റ് സെയിം ആണ്. അപ്പൊ ഈ രണ്ട് വരകളും ഒരേ പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട്. രണ്ടിന്റെയും മിഡ് പോയിന്റ് ആണ് അത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് വരകൾ അഥവാ ആ വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലൈൻ എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ ചിത്രം എന്തായിരിക്കും? പാരലോഗ്രാം ആയിരിക്കും, സാമാന്തരികമായിരിക്കും. Diagonals are intersect at the same point, therefore it is a parallelogram. വികരണങ്ങൾ ഒരേ ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു, അതുകൊണ്ട് ഇതൊരു സാമാന്തരികമാണ്.